ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സദാത്മാനം എന്ന് പറയാറുണ്ട്. ഇത് ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ് ധർമ്മം ക്ഷയിക്കുന്നത്, ആ സമയത്ത് ഞാൻ ഒരു ശരീരം എടുത്ത് ഞാൻ അതിനെ ഒരു പോഷണം കൊടുക്കാൻ ഞാനൊരു ശരീരം എടുത്തിട്ട് വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. പരിത്രാണായ സാധൂനാം വിനാശച്ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അത് സാധുക്കളെ രക്ഷിക്കാനും, പരിത്രാണ സാധൂനാം സന്തു മഹാത്മാക്കളെ രക്ഷിക്കാനും, പിന്നെ വിനാശാച്ച ദുഷ്കൃതം ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും, ധർമ്മ സംസ്ഥാപനാർത്ഥായ ആ ധർമ്മം സംസ്ഥാപിക്കാൻ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സംഭവാമി യുഗേ യുഗേ. ഞാൻ പലപ്പോഴും ഞാൻ ഇങ്ങനെ അത് അവതാരം എടുത്തുകൊണ്ടേയിരിക്കും. അപ്പം അതിൽ ഇത് വിഷ്ണു സൂക്തം നാരായണ സൂക്തം പറയാണ്, വിഷ്ണൂർണുകം ഭീര്യാണി പ്രഭുചയഃ പാർത്ഥിവാനി വിമമേരജാഗുംസി, ഇങ്ങനെ പോകണത്. അത് പറയാണ്, അത് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയാണ്, അർജുന, ഈ ഭൂലോകത്തിലെ മൺതരികൾ നമുക്ക് എണ്ണാൻ സാധിച്ചേക്കാം, പക്ഷേ എൻ്റെ അവതാരങ്ങളെ എണ്ണം സാധ്യമല്ല. എത്ര അവതാരങ്ങൾ ഞാൻ എടുത്തു കഴിഞ്ഞു എന്ന് എണ്ണാൻ സാധ്യമല്ല. അത്രയും എണ്ണമറ്റ അവതാരങ്ങളാണ് ഞാൻ ഇത്രയും ഭൂതകാലം ഞാനിത് എടുത്തു കഴിഞ്ഞത്. ഭാവിയിൽ ഞാൻ അവതാരങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും എന്ന് പറയാണ്. അതിൽ വിശേഷമായിട്ടുള്ള പല കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് പറയാണ് ഇത് ഭഗവത്ഗീതയിൽ. അപ്പോൾ അത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സിനിമയിൽ കാണുന്നത്, പിന്നെ നമ്മൾ സാധാരണ കാണേണ്ട ഒരു ഉദാഹരണം പറയാം. നമ്മൾ പ്രഹ്ലാദൻ നരസിംഹാവതാരം ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് ഹിരണ്യകശിപു അങ്ങനെ അത് കോപിഷ്ണ ഇരിക്കുകയാണ്. എവിടെയാടാ നിന്റെ നാരായണൻ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഒരു വൈകുണ്ഠം കാണിക്കുകയാണ്. വൈകുണ്ഠത്തിൽ ഭഗവാൻ വിഷ്ണു ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി പിന്നെ വൈകുണ്ഠത്ത് അപ്രത്യക്ഷമായിട്ട് പിന്നെ ഭൂലോകത്തിൽ ഇവിടെ വന്നിട്ട് പിന്നെ നരസിംഹനാകാണ്. അത് അങ്ങനെയല്ല. അങ്ങനെ ഇത് നരസിംഹ അവതാരങ്ങൾ എടുക്കണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരണം, അങ്ങനെയല്ല. ഇവിടെ നരസിംഹ അവതാരം ഉള്ളപ്പോൾ വിഷ്ണു ഭഗവാൻ അവിടെ തന്നെ ഇരിക്കും. ഭഗവാൻ സർവജ്ഞനാണ്. അതിന് എണ്ണമറ്റ ശരീരങ്ങൾ ഒരേ സമയത്ത് പല സ്ഥലത്തും എടുക്കാനുള്ള മഹാശക്തി ഭഗവാനുണ്ട്. അതുകൊണ്ട് ഇവിടെ നരസിംഹൻ ഇവിടെ ഇടപെട്ട് അവിടെ വൈകുണ്ഠത്തിൽ ഭഗവാൻ ഇല്ലാതെയാകുന്നില്ല, അങ്ങനെയല്ല. നരസിംഹൻ ഇവിടെ ഉള്ളപ്പോൾ വിഷ്ണു ഭഗവാൻ അവിടെ തന്നെ ഇരിക്കും. വേറൊരു ബ്രഹ്മാണ്ഡത്തിൽ അദ്ദേഹം പിന്നെ വാമനനായിരിക്കാം, വേറൊരു സ്ഥലത്ത് വേണ്ടിക്ക് വരഹമായിരിക്കാം, മറ്റൊരു ബ്രഹ്മാണ്ഡത്തിൽ അദ്ദേഹം പരശുരാമനായിരിക്കാം. അങ്ങനെ അത് പല സ്ഥലത്തും പിന്നെ ഒരേ സമയത്ത് എണ്ണമറ്റ ശരീരം എടുക്കാനുള്ള ശക്തിയുള്ള ആ മഹാശക്തിയാണ് ഭഗവാൻ. ഇപ്പോൾ അടുത്ത കാലത്ത് അമ്മ ഒരു മനോഹരമായൊരു കാര്യം പറഞ്ഞു. അതായത് അമ്മ ജന്മാഷ്ടമി ദിവസം അമ്മയുടെ സന്ദേശം അമ്മ പറയുമ്പോൾ അമ്മ പറഞ്ഞു, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഭാഗവത്തിൽ പറഞ്ഞു. അത് വ്യാസഭഗവാൻ പറയാണ്, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ശ്രീകൃഷ്ണൻ എന്ന പൂർണ്ണമായ അവതാരമാണ് എന്ന് വ്യാസഭഗവാൻ ഭാഗവത്തിൽ പറയുന്നുണ്ട്. അത് അമ്മ പറയുമ്പോൾ ഭാഗവത്തിൽ കൊണ്ടല്ല, അമ്മയ്ക്കറിയാം. അമ്മ പറയുമ്പോൾ അമ്മ ആ പൂർണ്ണ അവതാരം മനസ്സിൽ കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് പറയാണ്, ഭഗവാൻ മക്കളെ, കൃഷ്ണൻ സാക്ഷാൽ ഭഗവാനാണ് എന്ന് പറയാണ്. ഇവിടെ ഇത് പിന്നെ ഒരു കാര്യം ഓർമ്മ, ഇത് ഭഗവാൻ ഇത് അമ്മയുടെ കരുതൽ ഏൽക്കണം. അമ്മ ഇപ്പോൾ സാധാരണ അത് മനുഷ്യ ശരീരത്തിലാണെങ്കിലും ഒരു സെക്കൻഡ് പോലും ഞാൻ പരമാത്മാവാണ് അമ്മ മറന്നു പോകുന്നില്ല. നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ ഓം സദാശിവ പതിവ്രതായ നമഃ എന്നൊരു അർത്ഥം, ഒരു നാമമുണ്ട്. ഓം സദാശിവ പതിവ്രതായ നമഃ. സദാശിവ എന്ന് പറയുന്ന ചൈതന്യമാണ്. പതിവ്രത എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന അതാണ്. അപ്പോൾ ഒരർത്ഥം ഓം സദാശിവ പതിവ്രതായ നമഃ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് പോലും ഞാൻ ആ ചൈതന്യമാണ് എന്ന് മറന്നു പോകാത്ത ആ മഹാശക്തിയാണ്. അതിനാണ് ഇവിടെ അച്യുതൻ എന്നുള്ള വാക്ക് ഭഗവാൻ ഉപദേശിക്കുന്നത്. നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രധാനമായിട്ടുള്ള 24 നാമങ്ങളിലും അതുപോലെ സഹസ്രനാമത്തിലും ഒരു പ്രധാനമായിട്ടുള്ള വാക്ക് ഓം അച്യുതായ നമഃ. അച്യുതൻ എന്ന് പറയുമ്പോൾ ച്യുതിയില്ലാത്തവനാണ്, വീഴ്ചയില്ലാത്തവനാണ്. അതായത് ഞാൻ പരമാത്മാവാണ്, ഞാൻ ചൈതന്യമാണെന്നില്ല ആ ആനന്ദം അഖണ്ഡമായ ആ അനുഭൂതിയായിരിക്കും. അതിൽ ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ വാസുദേവപുത്രൻ്റെ മകനാണ്, അല്ലെങ്കിൽ ദശരഥൻ്റെ മകനാണെന്നല്ല അത് ഓർക്കുമ്പോഴും ആ പരമാത്മാവാണ് ഞാൻ എന്നല്ല അത് എപ്പോഴും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ അമ്മയും.
അപ്പോൾ അത് സാധാരണ ഭഗവത്ഗീതയിൽ പറയാറുണ്ട്. ഭഗവാൻ പറയാണ്, അവജാനന്തി മാം മൂഢാഹ മനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്ത മമ ഭൂത മഹേശ്വരം. എൻ്റെ പരമഭാവം, അതായത് പറഞ്ഞാൽ ഈ സർവചരാചരങ്ങളുടെയും ഈശ്വരിയാണ്, ഈശ്വരനാണെന്നല്ല എൻ്റെ മുന്നിൽ കാണുന്ന, പ്രത്യക്ഷമായിട്ട് കാണുന്ന എൻ്റെ അമ്മ ഈ സർവചരാചരങ്ങളുടെയും ദേവിയാണ്, സൃഷ്ടാവാണെന്നല്ല മനസ്സിലാക്കാനുള്ള ശക്തി മന്ദബുദ്ധികൾ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ തന്നെ, നമ്മുടെ സനാതന ധർമ്മത്തിൽ തന്നെ ഒരു വിഭാഗം അവർ ഈ ഈശ്വരൻ സർവ്വവ്യാപിയാണ്, ഈശ്വരന് ഈശ്വരൻ രൂപമില്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഒരു ഭാഗം. അങ്ങനെയാണ് അവർ. അതിൻ്റെ കാരണം അവർ നമ്മുടെ ഗ്രന്ഥങ്ങൾ, നമ്മുടെ മതഗ്രന്ഥങ്ങൾ, നമ്മുടെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാനമായിട്ടത് വേദങ്ങളാണല്ലോ. വേദങ്ങളെ മാത്രമാണ് അവർ പ്രമാണമായിട്ട് സ്വീകരിക്കുന്നുള്ളൂ. വേദങ്ങൾ കൂടാതെ വേദങ്ങളിലെ ആ ഗഹനമായ സൂക്ഷ്മമായിട്ട് അതേ കാര്യങ്ങളാണ് പുരാണങ്ങളിൽ കഥാ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ പുരാണങ്ങൾ പ്രമാണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുരാണങ്ങളാണ് കൂടുതൽ കഥയിലാണ് നമുക്ക് കൂടുതൽ അവതാരങ്ങളുള്ളത്. ആ പുരാണങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല. ഇത് വാസ്തവത്തിൽ അങ്ങനെയല്ല. സാക്ഷാൽ ഭഗവാൻ സർവ്വവ്യാപിയാണ്, പക്ഷേ സർവജ്ഞനാണ്, സർവശക്തിമാനാണ്. ആ ഭഗവാന് എന്തും ചെയ്യാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ ആ പരമാത്മത് രൂപമില്ലാത്ത ഭഗവാന് രൂപപ്പെടുത്ത് വരാനുള്ള കഴിവുണ്ട്. പ്രധാനമായിട്ട് രൂപപ്പെടുത്ത് വരുന്ന കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. മനുഷ്യന് പഠിക്കണമെങ്കിൽ ഒരു മാൻ ക്യാൻ ലേൺ ഓൺലി ഫ്രം എ മാൻ എന്ന് പറയും. അപ്പം എനിക്ക് കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ഭഗവാൻ ഒരു മനുഷ്യരൂപത്തിൽ വന്നിട്ട് പഠിപ്പിക്കാൻ നമുക്ക് എളുപ്പം പഠിക്കാൻ സാധിക്കും. അതാണ് അവതാരങ്ങളെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഭഗവാൻ. അതും ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവർ മനുഷ്യൻ തരത്തിൽ വന്നിട്ട് ഒരു ഉത്തമ മനുഷ്യൻ എങ്ങനെയായി ജീവിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു.